അടയ്ക്കാൻ കർമ്മന്മാരോട് ചോദിക്കാം. ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അല്പസമയം നമ്മൾ പരിശുദ്ധമായ ഈ പുണ്യഭൂമിയിൽ നമ്മളായിരിക്കുകയാണ്. പരിശുദ്ധാമ്മയുടെ പാദസ്പർശം പുണ്യഭൂമിയിൽ അമ്മ മാതാവിനോട് ചേർന്ന് നമ്മൾ നിമിഷം പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. തമ്മിൽ അടച്ചു കർമ്മന്മാരോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിക്കും ദൈവത്തിൻ ആത്മാർത്ഥതയോടെ വിശ്വാസത്തോടെ നമ്മൾ പാടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അഗ്നി അഭിഷേകമായി നമ്മിൽ ഇറങ്ങി വരുന്ന നിമിഷങ്ങളാണ്. ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നത്. ജീവിക്കും ദൈവത്തിൻ അവിടുന്ന് തിരുവചനങ്ങളിലൂടെ ഞങ്ങളോട് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. എന്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് ചോദിക്കുന്നത് എന്തും നിങ്ങൾക്ക് ലഭിക്കും. ഈശോയെ, ഈ വചനപ്രകാരം ഞങ്ങളിതാ അങ്ങയുടെ നാമത്തിൽ പിതാവായ ദൈവത്തോട് ചോദിക്കുകയാണ്. അവിടുത്തെ ആത്മാവിനെ, അവിടുത്തെ ശക്തിയെ, സാന്നിധ്യത്തെ ഞങ്ങളിലേക്ക്, ഓരോരുത്തരിലേക്കും കൂട്ടായ്മ മുഴുവനും നിറയുവാൻ ഇടവരുത്തണമേ, ഇടവരുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചനം പറയുകയാണ്, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും ലഭിക്കുമെന്ന് നീ വിശ്വസിക്കുക. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷത്തില് 11-ാം അധ്യായം 24-ാം തിരുവചനത്തിലാണ് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും ലഭിക്കുമെന്ന് നാം വിശ്വസിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തുടർന്ന് 25-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മുടെയൊക്കെ പ്രശ്നം അതാണ്. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് ലഭിക്കാത്തതിന്റെ പ്രശ്നമാണ്. 25-ാം വാക്യത്തിൽ കിടക്കുക. അവിടെ എന്താ പറയുന്നത്? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ അതോ വിരോധമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് അവരോട് നിരുപാധികം ക്ഷമിക്കണം. അപ്പൊ പ്രാർത്ഥന ദൈവം കേൾക്കാത്തതിന്റെ ഒരു കാരണം മർക്കോസ് 24-25 വചനപ്രകാരം എന്താണ്? എനിക്ക്
ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നിസ്സാര കാര്യമല്ല, വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ആ ഒരു വിഷയമാണ് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ. എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനർത്ഥം എന്നിൽ പ്രവർത്തിക്കുന്ന അരൂപി ലോകാരൂപിയാണ്, അൺക്ലീൻ സ്പിരിറ്റാണ്, ഹോളി സ്പിരിറ്റ് അല്ല. നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. എന്തുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തത്? അതിന്റെ കാരണം കർത്താവ് നേരിട്ട് പഠിപ്പിക്കുകയാണ്. അപ്പോസ്തലന്മാരോട് പറഞ്ഞ വചനമല്ല ഇത്, കർത്താവ് നേരിട്ട് പഠിപ്പിച്ച വചനമാണ്. മാർക്കോസ് 11:24-25. നീ പ്രാർത്ഥിക്കുമ്പോ ആരോടെങ്കിലും ക്ഷമിക്കുവാനുണ്ടെങ്കിൽ അത് ക്ഷമിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ തുടർന്ന് പറയാം, അപ്പോൾ സ്വർഗസ്ഥനായ പിതാവ്, നമ്മുടെ ദൈവം, നമ്മുടെ തെറ്റുകൾ നമ്മളോട് ക്ഷമിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എത്ര പവർഫുൾ വേർഡാണ്. ഞാൻ ക്ഷമിച്ചാൽ എന്റെ ദൈവം എന്നോട് ക്ഷമിക്കും. ഇതല്ലേ യേശു പഠിപ്പിച്ച പ്രാർത്ഥന? സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന അല്ലേ? ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോടും ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോടും ക്ഷമിക്കണം. ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലുമ്പോ, ഞാൻ നിങ്ങളോട് ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലുമ്പോ എത്ര പേരോട് നമുക്ക് ക്ഷമിക്കാനുണ്ടാവും? എത്ര പേരോട് കടങ്ങളുണ്ടാവും? കടം എന്ന് പറയുന്നത് പൈസ മേടിച്ച് കൊടുത്താൽ ആ കടം ഒന്ന് ആലോചിച്ച്. എന്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്തത്? നമ്മളിങ്ങനെ ചെറുപ്പത്തില് സിസ്റ്റേഴ്സിലൂടെ അല്ലെങ്കിൽ അച്ഛന്മാരിലൂടെ സൺഡേ സ്കൂൾ അധ്യാപകരിലൂടെയൊക്കെ കേട്ട കുറെ സംഭവങ്ങൾ വൈകാതാക്കി വെച്ച് ആ പ്രാർത്ഥന ഇന്നും ഇങ്ങനെ ചൊല്ലി ചൊല്ലി ഒരു ട്രാക്കിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ദൈവമക്കൾ അനുഗ്രഹം പ്രാപിക്കുന്നില്ല? ഞാൻ ചോദിക്കുന്നത്, ഏറ്റവും കൂടുതൽ ലോകത്തിൽ അനുഗ്രഹം പ്രാപിക്കേണ്ട മക്കളാരാ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തെ തൊടാൻ ലോകം പേടിക്കുന്നത്? എന്തുകൊണ്ടാണ് പേടിക്കുന്നത്? ലോകത്തിനറിയാം ദൈവത്തിന്റെ ഒരു ബ്ലെസ്സിംഗ് കിട്ടിയ ജനതയാണ് അത് ഇസ്രായേൽ ജനത. തൊട്ടാൽ തൊട്ടാൽ പൊള്ളും പൊള്ളും, ഇതറിയാം. അങ്ങനെയെങ്കിൽ നമ്മൾ ആരാ? നമ്മളും ഇസ്രായേലാണ്, ദൈവം തെരഞ്ഞെടുത്ത മക്കളാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ഈ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ പറ്റാത്തത്? അതിന്റെ പ്രധാന കാരണമാണ് ഇവിടെ പറഞ്ഞു വെക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിനകത്ത് ഇങ്ങനെ ഒരു ശുശ്രൂഷ, ഇതുപോലെ സ്വയം ഒന്ന് മനസ്സിലേക്ക് തിരിഞ്ഞ് ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ ക്ഷമിച്ച്, നമ്മൾ ഇളച്ചു കൊടുക്കാനുണ്ടെങ്കിൽ ഇളച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരസൗകര്യം നമ്മുടെ ബസ്സിലൂടെ. കാരണം ബസ് ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ചിന്തകൾ മാറി മാറി വിചാരങ്ങളൊക്കെ മാറി പോകാൻ സാധ്യതകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു യാത്രയിൽ ഏതാനും യാത്രകൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് യാത്രയിൽ ഇങ്ങനെ ഒരു ബോധ്യം പ്രാർത്ഥന തന്നതാണ്. ശനിയാഴ്ച ഞങ്ങൾ സ്പെഷ്യൽ ഒരു ജപമാല ചെല്ലും അമ്മയുടെ സന്നിധിയിൽ രാവിലത്തെ കുർബാന കഴിഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ആ സമയത്ത് ഓരോരോ ബോധ്യങ്ങൾ ഇങ്ങനെ നടക്കാറുണ്ട്. അപ്പൊ അങ്ങനെ കിട്ടിയൊരു ബോധ്യമാണ് ഈ ശുശ്രൂഷ ഇങ്ങനെ ഇവിടെ ചെയ്യണം. സാധാരണ മറ്റൊരു വ്യക്തികൾക്കും ഒരു കൂട്ടായ്മയ്ക്കോ ഒരു ഗ്രൂപ്പിനോ ഇങ്ങനെ ഒരു അനുവാദം അറിയില്ല. ഇങ്ങനെ സൗണ്ട് വെച്ച് ഇങ്ങനെ ചെയ്യാൻ അനുവാദമില്ല. എന്നാൽ നമുക്ക് അനുവാദം വന്നിട്ടുണ്ട്. അതിന് കർത്താവ് ഒരു വഴി ഇവിടെ തുറന്നു. എന്താണ്? ഇവിടുത്തെ മകന്, ജോൺ എന്ന് പറയുന്ന മകന് കൈ ഉയർത്താൻ പറ്റാത്തൊരവസ്ഥയായി. ഒരു കൈ ഉയർത്തില്ല, എത്രയോ ഇങ്ങനെ ഉയർത്തില്ല. അപ്പോ ആ അപ്പൻ പറഞ്ഞു, ഒരു അപ്പനുണ്ട്, ഇപ്പം പറഞ്ഞു, ജോൺ ഒന്ന് പ്രാർത്ഥിക്കാൻ ജോണിന് വേണ്ടി. ജോണിന് കൈ ഉയർത്താൻ പറ്റത്തില്ല.
അങ്ങനെ ഞങ്ങൾക്ക് ദിവസം ആ പ്രാർത്ഥനയിൽ ജോണിനെ നമ്മൾ ഇതുപോലെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി നടക്കുന്നവർക്ക് എല്ലാവരും കൂടി ജോണിന് വേണ്ടി പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ കൈ ഉയർത്താൻ പറഞ്ഞ് കൈ പിടിച്ച് ഉയർത്തിച്ചു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഉയർത്താൻ പറഞ്ഞു, ഉയർത്തിച്ചു. അതിനുശേഷം ഇന്നേ വരെ ഈ സമയം വരെ ജോണിൻ്റെ കൈക്ക് വേദനയില്ല, പ്രശ്നമില്ല. കൈകൊണ്ട് എല്ലാ പണിയും ജോൺ ചെയ്യുന്നു, കൈവെട്ടി ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ടോ, കർത്താവ് വഴി തുടങ്ങിയാണ്. അപ്പൊ നമുക്കിങ്ങനെ ഒരു ശുശ്രൂഷ അവിടെ ചെയ്യാൻ, പ്രാർത്ഥന നടത്താൻ കർത്താവ്. അതെ, ഇപ്പൊ ഞാൻ ഇറങ്ങിപ്പോന്നൊക്കെ അപ്പനവിടെ ഇരിപ്പല്ലേ. അപ്പം പറഞ്ഞു പ്രാർത്ഥനയ്ക്ക് പോകുമല്ലേ, നന്നായിട്ട് ഞങ്ങളെല്ലാം വേണ്ടി പ്രാർത്ഥിക്കും. ഒരു ഭാരം പണി നടന്നുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു വന്നിട്ടാ നന്നായി. ദൈവം നമുക്ക് ഒരുക്കി തരുന്ന സമയം, ദൈവം അനുവദിക്കുന്ന സമയം, ദൈവം ഒരുക്കി തരുന്ന സമയം, അതിന്റെ പിന്നിലാണ് അനുഗ്രഹം ഒളിപ്പിച്ചു വെച്ചിരിക്കുക. എല്ലാ സമയത്തും പ്രാർത്ഥിച്ച അനുഗ്രഹം ഉണ്ടാവത്തില്ല. ദൈവം ഒരുക്കുന്ന ഒരു സമയമുണ്ട്. ദൈവം ഒരുക്കുന്ന സമയം, ആ സമയമാണ് ബത്സയിദ കുളക്കരയിലേക്ക് കർത്താവ് കടന്നു വരുന്നത്. 38 വർഷമായിട്ട് തളർന്നു കിടന്ന വ്യക്തി, എന്തുകൊണ്ട് 38 വർഷമായിട്ട് ആ വ്യക്തിക്ക് ഒരു ഹീലിംഗ് ഇല്ല? ദൈവത്തിന്റെ സമയം അപ്പോഴാണ് വന്നത്. ഇതുപോലെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ കർത്താവ് ഇടപെടാൻ ഒരു സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം, ക്ഷമിച്ച് പ്രാർത്ഥിക്കണം, സ്നേഹിച്ച് പ്രാർത്ഥിക്കണം, സഹിച്ച് പ്രാർത്ഥിക്കണം. എന്തുകൊണ്ട് സഹിക്കണം? എന്തുകൊണ്ട് ക്ഷമിക്കാൻ പറ്റുന്നില്ല? ഓർക്കണമേ, അനുഗ്രഹത്തിന്റെ ബ്ലോക്കായി ഞാൻ തന്നെ നിൽക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അനുവദിച്ച സമയമാണ്. അതുകൊണ്ട് നിങ്ങളുടെ എത്ര വലിയ വിഷയങ്ങളായിക്കൊള്ളട്ടെ, എത്ര ഭാരമുള്ള വിഷയങ്ങളായിക്കൊള്ളട്ടെ, തമ്പുരാൻ അതിച്ചെടുക്കും. കാരണം ഈ സഹനങ്ങളൊക്കെ ഏറ്റെടുത്ത് സഹിച്ച് വിഷമിച്ച് പ്രയാസപ്പെട്ട് നമ്മൾ ഈ പുണ്യഭൂമിയിലെത്തിയെങ്കിൽ ദൈവം നമ്മൾ വെറുങ്കയോടെ പറഞ്ഞയക്കുന്നില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരഞ്ഞടയ്ക്കാം, കരന്മാരോട് ചേർത്ത് വയ്ക്കാം. ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുക, ആത്മാർത്ഥമായി ഒന്ന് ചിന്തിക്കുക. എനിക്ക് ആരോടെങ്കിലും ക്ഷമിക്കുവാനുണ്ടോ? ക്ഷമ കൊടുക്കുവാനുണ്ടോ? ആത്മാർത്ഥമായി ചിന്തിക്കുക. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലൊക്കെ ശക്തമായിട്ട് കർത്താവ് നമ്മളോട് പറയുന്നുണ്ട്, നീ ബലിയർപ്പിക്കാൻ ബലിപീഠത്തിന് സമീപിക്കുമ്പോൾ ആർക്കെങ്കിലും നിന്നോട് അസ്വസ്ഥതയുണ്ടെന്ന് തോന്നിയാൽ, വേദനയുണ്ടെന്ന് തോന്നിയാൽ, നിനക്കാരോടെങ്കിലും പ്രശ്നമുണ്ടെന്ന് ആ ബലിപീഠത്തിന് അരികെ വരുമ്പോൾ ഓർമ്മയിലേക്ക് വന്നാൽ ബലിവസ്തു അവിടെ വെച്ച് നീ പോകണം, തിരിച്ചു പോകണം. ആ വ്യക്തിയുമായി നീ രമ്യതപ്പെടണം. എന്നിട്ട് വന്ന് നീ ബലിയർപ്പിക്കുക. ആ ബലിയിലെ ഞാൻ പ്രസാദിക്കുകയുള്ളൂ, സംപ്രീതനാകുകയുള്ളൂ എന്ന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരോടെങ്കിലും നമുക്ക് ക്ഷമിക്കാനുണ്ടെങ്കിൽ ഓർക്കണമേ, അനുഗ്രഹം അതിന്റെ പിന്നിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, പ്രിയപ്പെട്ടവരിലേക്ക്, കുഞ്ഞുങ്ങളിലേക്ക്, തലമുറയിലേക്ക് അനുഗ്രഹം കടന്നു വരുന്നതിനൊരു തടസ്സമായി നിൽക്കുന്നുവെങ്കിൽ ഞാനൊന്ന് എളിമപ്പെട്ട് പ്രാർത്ഥിച്ചാൽ മതി, ഞാനൊന്ന് ക്ഷമിച്ച് പ്രാർത്ഥിച്ചാൽ മതി. ആ സഹനത്തെ ഏറ്റെടുത്ത് തമ്പുരാന്റെ സഹനത്തോട് കുരിശിലേക്ക് ചേർത്ത് വെച്ച് ഭാവിയിൽ സാധിക്കുന്നില്ല എന്നാൽ ഇതാ നിന്റെ സഹനത്തോട് നിന്റെ കുരിശിലേക്ക് ഞാൻ ആ വ്യക്തിയെ ഞാൻ ചേർത്ത് വയ്ക്കുന്നു. ക്ഷമിക്കാനുള്ള കൃപ തരണമേ, സഹിക്കാനുള്ള കൃപ തരണമേ, പ്രാർത്ഥിക്കാനുള്ള ഒരു അഭിഷേകവും ശക്തിയും എനിക്ക് നൽകണമേ. ക്ഷമിച്ചാൽ മാത്രം പോരാ, സ്നേഹിച്ച് പ്രാർത്ഥിക്കണം. അവിടെയാണ് അത്ഭുതങ്ങൾ സംഭവിക്കുക. സഹിച്ചുകൊണ്ട്, ക്ഷമിച്ചുകൊണ്ട്, സ്നേഹിച്ചുകൊണ്ട്, കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവ് പ്രാർത്ഥിച്ചപ്പോഴാണ് അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുക. അത്ഭുതം വിജാതികൾ വിളിച്ചു പറഞ്ഞു, ശതാധിപൻ വിളിച്ചു പറഞ്ഞു, കണ്ടുനിന്നവരെല്ലാം വിളിച്ചു പറഞ്ഞു അത്ഭുതത്തോടെ, ഇവൻ സത്യമായും സത്യമായും ദൈവപുത്രനാണ് എന്ന്. ഹല്ലേലൂയ. ദൈവപുത്രനാണെന്ന് പറഞ്ഞതിന്റെ പേരില് അവനെ അടിച്ച്, മുറിവേൽപ്പിച്ച്, പീഡിപ്പിച്ച് 3 കാര്യരൂപാണികളിൽ അടിച്ച് തൂക്കിയിട്ടിരിക്കുക ആകാശത്തിന് ഭൂമിക്ക് മധ്യേ. ഇതാ വിളിച്ചു പറയുന്നു, ഇവൻ
യഥാർത്ഥത്തിൽ ദൈവപുത്രനാണ്, ദൈവമാണ്, ദൈവപുത്രനാണ് യേശു എന്ന് വിളിച്ചു പറയുകയാണ്. എന്താ അവിടെ സംഭവിച്ചത്? ഇതുപോലെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി, ഉപദ്രവിച്ചവർക്ക് വേണ്ടി ആ കുരിശിൽ കടന്നുകൊണ്ട് ഏകി വലിഞ്ഞ് അവൻ പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ, ഇവരോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്ന് കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിക്കപ്പെടും. കർത്താവ് പറയുകയാണ്, ഇവർ ചെയ്യുന്നത് ഇവർ അറിയുന്നില്ല എന്താണെന്ന്, അതുകൊണ്ട് അവരോട് ക്ഷമിക്കണം. അങ്ങനെ ക്ഷമിച്ച് സ്നേഹിച്ച് കിടന്നുകൊണ്ട് സഹിച്ച് പ്രാർത്ഥിക്കുമ്പോ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. അതുകൊണ്ടാണ് യേശു ജീവിതകാലത്ത് പറഞ്ഞു, ഞാൻ ഉയർത്തപ്പെടുമ്പോൾ ലോകത്തെ മുഴുവനും എന്നിലേക്ക് ആകർഷിക്കും. ഞാൻ ഉയർത്തപ്പെടുമ്പോൾ ഈ 3 കാലിലുമാണികളിൽ തറയ്ക്കപ്പെട്ട് എന്നെ ഉയർത്തി നിർത്തുമ്പോൾ ഉയർത്തപ്പെടും ലോകം മുഴുവനും ആകർഷിക്കുമെന്നാണ്. നമുക്ക് ഈ നിമിഷം പൂർണ്ണമായിട്ടും നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് തിരിയാം. എന്തൊക്കെ അസ്വസ്ഥതകളും വേദനകളുമാണ് എൻ്റെ ഉള്ളിലുള്ളത്, ഇതെല്ലാം തിരിമുറുക്കങ്ങളാണ് എൻ്റെ ഉള്ളിലുള്ളത്. ഒരു സ്വസ്ഥത എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല, സമാധാനത്തോടെ എൻ്റെ ജീവിതം മുമ്പോട്ട് നയിക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും ഒരാകുലതയും ടെൻഷനും ഒരു ഭയവും ഒക്കെ എന്നെ പിടികൂടിയിരിക്കുകയാണ്. എന്താണ് നമ്മുടെ പ്രശ്നം? നമുക്കെല്ലാവർക്കും ഓരോ മുറിവുകളുണ്ട്, കുഞ്ഞു കുഞ്ഞു മുറിവുകളുണ്ട്. അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന ആ സമയം മുതൽ നമുക്ക് മുറിവുകൾ ഏറ്റു തുടങ്ങും. നമുക്ക് ശരീരം രൂപപ്പെടുന്നതിന് മുൻപേ പ്രിയ മനുഷ്യന്റെ തലങ്ങൾ, ആത്മാവ്, ശരീരം, മനസ്സ്, ആത്മാവ്, ശരീരം തലങ്ങളുണ്ട്. ആ ശരീരം രൂപപ്പെടുന്നതിന് മുൻപേ ഈ അമ്മയിലെ അല്ലെങ്കിൽ അമ്മയിലൂടെ പാരമ്പര്യത്തിലൂടെ കടന്നു വന്നിരിക്കുന്ന തലമുറയിലൂടെ കടന്നു വരുന്ന ആ ക്രോമോസോമിന്റെ അല്ലെങ്കിൽ ജീനിന്റെ പ്രവർത്തനമൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരികയാണ്. ഒരു ശിശു ആകുന്നതിന് മുൻപ് തന്നെ അത് കുഞ്ഞു കുഞ്ഞു വേദനകളും മുറിവുകളുമായി കിടക്കും നമ്മുടെ ഉള്ളിൽ. ആ ബോധ മനസ്സിലേക്ക് അതിങ്ങനെ കുറേശ്ശെ തറഞ്ഞ് കയറിക്കൊണ്ടിരിക്കും. അതിനുശേഷം നമ്മൾ കുഞ്ഞായിരിക്കും ബോധമനസ്സിലേക്ക് ഇതാ കുറേ സംഭവങ്ങൾ കയറി വരും. ബോധമനസ്സിലേക്ക് ബോധപൂർവ്വം ചില സംഭവങ്ങൾ കയറി വരും. അബോധ മനസ്സിലേക്ക് കുറെ കാര്യങ്ങൾ, ചെറുപ്പത്തിലുള്ള കുറെ സംഭവങ്ങൾ അബോധ മനസ്സിൽ അടിഞ്ഞുകൂടി കിടക്കും. ഇതെല്ലാം കൂടി നമ്മളെ വലിയ ഒരു മാനസികമായ പിരിമുറുക്കത്തിലേക്ക്, ആന്തരികമായ മുറിവിലേക്ക് കൊണ്ടുപോയിട്ട് വ്യത്യസ്തമായ സ്വഭാവങ്ങളും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളൊക്കെയായി നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പല വിധത്തില് മക്കൾ ഈ ബന്ധനത്തിലേക്ക് പോയി പാപത്തിന്റെ ബന്ധനങ്ങൾ, പല അഴകദോഷങ്ങളുടെയും പാപത്തിന്റെയും പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെ അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങുന്ന കൊച്ചു കൊച്ചു മുറിവുകളാണ് വലിയ പ്രശ്നങ്ങളായിട്ട് അവരുടെ ജീവിതത്തിലേക്ക് കടക്കുന്നത്. അതിലൊരു കാരണം ക്ഷമിക്കാൻ പറ്റാത്തൊരു കാരണവും ഈ മുറിവിന്റെ പശ്ചാത്തലത്തിൽ വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ആ മേഖലയെല്ലാം നമ്മൾ സമർപ്പിക്കണം. നമ്മുടെ മനസ്സിനെ, നമ്മുടെ ആത്മാവിനെ, നമ്മുടെ ശരീരത്തെ എല്ലാം കർത്താവിന്റെ കരങ്ങളിൽ അപരിശുദ്ധമായ ആ ബലിയിലേക്ക് ചേർത്ത് വയ്ക്കുക. ക്രൂശിതൻ ഇതാ ക്രൂശിൽ കടന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാൻ, മുറിപ്പെടുത്തിയവരോട് ക്ഷമിക്കാൻ, പീഡിപ്പിച്ചവരോട് ക്ഷമിക്കാൻ, വേദന തന്നവരോട് സ്നേഹിച്ച് ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ ഉള്ള ഒരു അഭിഷേകം ഇപ്പോൾ നമുക്ക് കിട്ടണം. അതിനുവേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. ഒന്ന് ഓർത്ത് നോക്കുക, എൻ്റെ പ്രിയപ്പെട്ടവരാരെങ്കിലും ബോധപൂർവ്വം എന്നെ ഉപദ്രവിച്ചിട്ടുണ്ടോ? അറിഞ്ഞു അറിയാതെയായിക്കൊള്ളട്ടെ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടോ? വലിയ ഭാരത്തിലാണോ ഞാൻ കഴിയുന്നത്? ആ മുറിവ് പേറിയാണോ ഞാൻ നടക്കുന്നത് ചോദിക്കുന്നത്? ഒരുപക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കും. ഒരുപക്ഷെ പ്രിയപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ടവരാകാം, ജീവിത പങ്കാളിയാകാം, നമ്മുടെ അപ്പനമ്മമാരാകാം, സഹോദരങ്ങളാകാം, പക്ഷെ മക്കളാകാം. അവരിൽ നിന്നൊക്കെ വലിയ വേദനകൾ അനുഭവിക്കേണ്ടി നമുക്ക് വന്നിട്ടുണ്ട്. അവരിലൂടെ മുറിവുകൾ കടന്നു വന്നിട്ടുണ്ടോ? ഞാൻ അവർക്ക് മുറിവുകൾ കൊടുത്തിട്ടുണ്ടോ? വേദന കൊടുത്തിട്ടുണ്ടോ? അവരോട് എനിക്ക് ക്ഷമിക്കാനുള്ള ഏതെങ്കിലും മേഖലയുണ്ടോ? എനിക്ക് ക്ഷമ തരാനുള്ള വ്യക്തികൾ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നുണ്ടോ? ഇനിയുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും നമ്മുടെ നെഞ്ചിലേക്ക് കരങ്ങൾ ചേർത്ത് വെച്ച് കണ്ണുകളെ അടച്ച് പേര് പറഞ്ഞ ആ വ്യക്തികളെ ചുവട്ടിലേക്ക് നമുക്കൊന്ന് സമർപ്പിക്കാം. അവന്റെ തിരുരക്തം അവരെയും നമ്മളെയും കഴുകട്ടെ. യേശുവിന്റെ രക്തം പൂർണ്ണമായും
നമ്മളെ കഴുകി വിശുദ്ധീകരിക്കും. 1 യോഹന്നാൻ 7 കാണുകയാണ്, അവന്റെ പരിശുദ്ധമായ നിഷ്കളങ്കമായ തിരുരക്തം സകല പാപകഥകളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നൊക്കെ നമ്മളെ മോചിപ്പിക്കുന്നുവെന്ന് നമ്മളവിടെ കാണുന്നുണ്ട്. മക്കളെ, ആ തിരുരക്തം ഇന്ന് നമ്മളെ കഴുകട്ടെ. എല്ലാവരോടും ക്ഷമിക്കാനുള്ള കൃപ ഈ നിമിഷം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകട്ടെ. ഒരു ശക്തീകരണം ആവശ്യമാണ്. ക്ഷമ കൊടുക്കാനും ക്ഷമ ചോദിക്കാനും ഒക്കെ ഒരു അഭിഷേക ശക്തി നമുക്ക് ആവശ്യമാണ്. ഇത് ആത്മാവാണ് നമുക്ക് നൽകുന്നത്. കണ്ണുകളെ അടച്ച് പൂർണ്ണമായി ക്ഷമ കൊടുത്ത് നിമിഷം നമ്മൾ പ്രാർത്ഥിക്കുന്നു. ക്ഷമ കൊടുക്കുകയാണ്. ഒപ്പം തന്നെ ക്ഷമിക്കുകയും ചെയ്യുന്നു. എന്നെ വേദനിപ്പിച്ചവരോട് ഞാൻ ക്ഷമിക്കുന്നു. ഞാൻ വേദനിപ്പിച്ചവരോട് അവർക്ക് ഞാൻ ക്ഷമ കൊടുക്കുകയാണ്. ഞാൻ വേദനിപ്പിച്ച മക്കളോട് ക്ഷമ ചോദിക്കുന്നു. എന്നെ വേദനിപ്പിച്ചവർക്ക് ഞാൻ ക്ഷമ കൊടുക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവരെ സ്നേഹിച്ച് അവരോട് ക്ഷമിച്ച് അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഈ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി നമ്മിൽ വന്നു നിറയുന്ന നിമിഷങ്ങളാണ്. ക്ഷമ കൊടുത്ത് ക്ഷമ ചോദിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നിമിഷങ്ങളുമാണ്. ആരുടെയെങ്കിലും പേരുകൾ ഓർമ്മയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ചെറുപ്പത്തിൽ പക്ഷെ നമ്മുടെ അധ്യാപകരിലൂടെയൊക്കെ വന്നിരിക്കുന്ന ചില വേദനകൾ, ഗുരുഭവന്മാർ നമ്മളെ ശിക്ഷിച്ചത് വല്ലാതെ ഉൾപ്പെടുത്തിയത്. ഇല്ലാത്ത കാരണത്തിന് അപ്പൻ പിടിച്ച് അടിച്ചത് അല്ലെങ്കിൽ അമ്മ ശിക്ഷിച്ചത്, അങ്ങനെയൊക്കെ കുറേ വേദനകളുണ്ടാകാം. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിച്ചത്, കുഞ്ഞുങ്ങളെയാകാം, പങ്കാളിയാകാം, സഹോദരങ്ങളെയാകാം. അങ്ങനെയുള്ള അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അവരെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുക. ചില മറന്നു കിടന്ന സംഭവങ്ങൾ ഇപ്പോൾ ഓർമ്മയിലേക്ക് വരും. ഈ ഒരു പ്രാർത്ഥന 5-6 യാത്രകൾക്ക് മുമ്പ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിശക്തമായിട്ട് എൻ്റെ മകനെയും അനിയത്തിയുടെ മകനെയും ശിക്ഷിച്ചത് കർത്താവ് കാണിച്ചു. ശിക്ഷത്തിൽ കടന്നുപോയി. മകനെ ബെൽറ്റ് കൊണ്ടാണ് അടിച്ചത്. മക്കളൊക്കെ പുറത്തു കൊണ്ടിട്ട് പൊട്ടി മുറിഞ്ഞിരുന്നു. അതിനൊക്കെ കാരണമുണ്ടായില്ല. അനിയത്തിയുടെ കുഞ്ഞ് 3-4 ആഴ്ചയാണ് ഓർക്കുന്നത്. ആ സമയത്ത് പഠനമേഖലയുമായി ബന്ധപ്പെട്ട് ഉള്ള ചില കാര്യങ്ങളൊക്കെ ശിക്ഷിച്ചു. 2 കാര്യങ്ങൾ കർത്താവ് ഒരിക്കലും ഇങ്ങനെ ഈ ശുശ്രൂഷ നയിക്കുമ്പോൾ കർത്താവിൻ്റെ മനസ്സിലേക്ക് ഒരു നൊമ്പരമായി മാറി. അന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മേഖലയിൽ ഒരു സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. ആ മുറിവ് പൂർണ്ണമായിട്ട് കർത്താവ് സുഖപ്പെടുത്തി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അത് വേദനയായിട്ട് ഓർമ്മിക്കുമായി. അങ്ങനെ വേദനയായി ഓർമ്മിക്കുന്ന എന്തെങ്കിലും വിഷയങ്ങൾ വേറെ വരുന്നുണ്ടെങ്കിൽ ആ മേഖലയിൽ നമുക്ക് സൗഖ്യം കിട്ടാനുള്ളതാണ്. ആന്തരിക സൗഖ്യം, ഇന്നർ ഹീലിംഗ് അതിൻ്റെ പൂർണ്ണതയിൽ കടന്നു വന്നാൽ മാത്രമേ ദൈവസ്നേഹത്തിൽ നിറയാൻ പറ്റൂ. ഒരു നിമിഷം ഒന്ന് കണ്ണുകളുടെ ചോർത്ത് നോക്കുകയും അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന്
ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച തമ്പുരാൻ, ശത്രുക്കൾ വിശക്കുന്നെങ്കിൽ ആഹാരം കൊടുക്കണമെന്ന് പറഞ്ഞു വന്നു. ദാഹിക്കുന്നെങ്കിൽ ദാഹജലം കൊടുക്കണമെന്ന് പറഞ്ഞു വന്നു. ലോകത്തെ തലകീഴായി മരിച്ച, ചരിത്രത്തിൽ രണ്ടായി വിഭജിച്ച, അന്ന് വരെ ഉണ്ടായിരുന്ന നിയമ സംഹിതകളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു പുതിയ നിയമം, ഒരു പുതിയ പ്രബോധനം ലോകത്തിൽ അവതരിപ്പിച്ച സാക്ഷാൽ ജീവിക്കുന്ന ദൈവത്തിന്റെ ഏകപുത്രനായ യേശു ക്രിസ്തു, അവൻ പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങളെ ദേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിന്നെ ശപിക്കുന്നവരെ നീ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്തുക. ലൂക്കാസ് 6:27-28 തിരുവചനങ്ങളിലാണ് അവൻ പഠിപ്പിക്കുക. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ജോബ് പ്രാർത്ഥിച്ചതുപോലെ, ജോബിന്റെ പുസ്തകം അവസാന അധ്യായത്തിൽ 42-ാം അധ്യായം 10-ാം തിരുവചനത്തില് ജോബ് തന്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ജോബിന് നഷ്ടപ്പെട്ട സർവ്വ ഐശ്വര്യങ്ങളും ദൈവം ആ സമയത്ത് തിരിച്ചു കൊടുക്കുകയാണ്. അത് ഇരട്ടിയായി കൊടുത്തു എന്നാണ് തിരുവചനം സാക്ഷ്യപ്പെടുത്തുക. അതുവരെ തന്നെ 3 സുഹൃത്തുക്കൾ വന്ന് തന്നെ മുറിപ്പെടുത്തി, വേദനിപ്പിച്ച്, കുറ്റം വിധിച്ച്, നിന്റെ പാപത്തിന്റെ പരിണതഫലമാണ് നിനക്ക് ഈ അവസ്ഥ വന്നതെന്നൊക്കെ പറഞ്ഞ് നിന്നെ തന്നെ നീ പരിശോധിക്കുക, നിന്നെ തന്നെ ന്യായീകരിക്കാതെ എന്നൊക്കെ പറഞ്ഞ് കുറ്റം വിധിച്ച ആ സ്നേഹിതർക്ക് വേണ്ടി ക്ഷമിച്ച്, സ്നേഹിച്ച്, ശരീരം മുഴുവൻ അഴുകി തീർന്ന് സർവ്വതും നഷ്ടപ്പെട്ട തകർന്ന അവസ്ഥയിലിരുന്ന ജോബ് പ്രാർത്ഥിക്കുമ്പോ ദൈവത്തിന്റെ വചനം പറയുകയാണ്, ജോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ജോബിന് നഷ്ടപ്പെട്ട സർവ്വ സമ്പത്തും ഐശ്വര്യങ്ങളും കർത്താവ് ഇരട്ടിയായി തിരികെ കൊടുത്തുവെന്ന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ടാണ് ക്ഷമിച്ച് പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ പറയുക, സഹിച്ച് പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ പറയുക, സ്നേഹിച്ച് പ്രാർത്ഥിക്കണം എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുക. അവിടെ നമുക്ക് ക്ഷമ കൊടുക്കാം, നമുക്ക് ക്ഷമ ചോദിക്കാം. ആ വ്യക്തി ഒരുപക്ഷെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കത്തില്ല, സാരമില്ല. സമയങ്ങൾക്കും കാലങ്ങൾക്കും ദൂരങ്ങൾക്കും അതീതനാണ് നമ്മുടെ കർത്താവ്. വിശ്വാസത്തോടെ, ആത്മാർത്ഥതയോടെ ആ വ്യക്തിയെ തമ്പുരാന്റെ കരങ്ങളിലേക്ക് ഒടുക്കുമ്പോ വലിയൊരു അനുഭവം ആ വ്യക്തിയുടെ ആത്മാവിൽ ദൈവാത്മാവ് രൂപപ്പെടുത്തും. ക്ഷമ കൊടുത്ത് പ്രാർത്ഥിക്കട്ടെ. സകല പാപങ്ങളും അപരാധങ്ങളും നമ്മുടെ ബോധ മനസ്സിൽ കിടക്കുന്ന, സ്റ്റിൽ നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ സമയത്താണ് ഈ ബോധ മനസ്സിൽ കിടക്കുന്നത്. ചില തിന്മകൾ, അതിന്റെ സ്വാധീനങ്ങൾ, പാവമറുത്ത് ഉപേക്ഷിച്ച് ഉപസാരത്തിൽ ഏറ്റുപറഞ്ഞ് പാപമോചനം നമ്മൾ നേടും. പക്ഷേ ആ പാവത്തിന്റെ സ്വാധീനം നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടെങ്കിൽ വീണ്ടും അതിലേക്ക് പോകാനുള്ള ഒരു ത്വര ഇങ്ങനെ നിറഞ്ഞു പൊങ്ങിക്കൊണ്ടിരിക്കും ഉള്ളിന്റെ ഉള്ളിൽ. അവിടെയാണ് നമുക്ക് ഇന്നർ ഹീലിംഗ് കിട്ടേണ്ടത്. അവിടെയാണ് യേശുവിന്റെ തിരുരക്തത്താൽ കഴുകപ്പെടേണ്ടത്. പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് ഏതെങ്കിലും സൽകൃത്യങ്ങളുടെയോ
പുണ്യപ്രവൃത്തികളുടെയോ ഫലമല്ല എന്നും കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലുള്ള ക്രിസ്തുവിന്റെ അമൂല്യമായ തിരുരക്തത്താലാണത്രേ എന്ന് ആദ്യത്തെ മാർപ്പാപ്പ തന്റെ ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. 1-ാം ലേഖനം 1:19. കറയോ കളങ്കമോ ഇല്ലാത്ത നിഷ്കളങ്ക രക്തം നമ്മളെ കഴുകും. അത് വലിയൊരു വിടുതലിലേക്ക്, വലിയൊരു സൗഖ്യത്തിലേക്ക് മക്കളെ കടന്നു വരും. ഭയത്തിന്റെ ചില ബന്ധനത്തിലായിരിക്കും നമുക്ക്. ഭയം, രോഗം. ഈ രോഗം അതൊരു പക്ഷെ വലിയ രോഗത്തിന്റെ ഒരു തുടക്കമായിരിക്കുമോ എന്ന് ചിന്തിച്ച് സംശയിച്ച് ഭയപ്പെട്ട് ആ ഭയത്തിന്റെ അടിമത്തത്തിൽ കഴിയുന്നവർ, നാളെ എന്നെ ഈ മാരകമായ ഒരു രോഗം പിടികൂടുമോ എന്ന ഭയത്തിൽ കഴിയുന്നവർ ഒത്തിരി പേര് ഷെയർ ചെയ്യുമ്പോൾ പറയുന്ന കാര്യമാണ്. എന്റെ ബന്ധത്തിൽ സ്വന്തത്തിൽപ്പെട്ട ഒരാൾക്ക് ഇങ്ങനെ രോഗമുണ്ട്, അയൽപക്കത്ത് കൂട്ടുകാരിക്ക് ഇങ്ങനെ ഒരു വലിയ രോഗമുണ്ട്, നാളെ എനിക്കത് വരുമോ എന്ന വലിയ ഭയത്തിലാണ് ഞാൻ. യേശുവിന്റെ രക്തം നിന്നെ കഴുകട്ടെ. നിന്റെ ആന്തരിക മുറിവുകളിലേക്ക് അവന്റെ തിരുരക്തം ഒഴുകിയിറങ്ങി. വിശ്വാസത്തോടെ കണ്ണുകളടച്ച് സ്വീകരിച്ചതിന്റെ ശിരസ് മുതൽ പാദം വരെ അവന്റെ രക്തം അവൻ ഒഴുക്കുകയാണ്. ആ തിരുവനന്തപുരത്തിൽ നമ്മൾ കേട്ടത് മറ്റൊരു പ്രവൃത്തിയുടെ ഫലമല്ല, അവൻ നമുക്ക് വേണ്ടി ചിന്തിയ തിരുരക്തത്തിന്റെ അമൂല്യ വിലയാണ്. അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ്. സർവപാപങ്ങൾക്കുമുള്ള പരിഹാരം അവൻ ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ വിശ്വാസത്തിൽ ഏറ്റെടുത്ത് സ്വന്തമാക്കി ആ ബലിയുടെ അഭിഷേകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ വിശുദ്ധ ജനതയായി രൂപാന്തരപ്പെടും. പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് കൊടുത്ത് ഈ സമയം ദൈവത്തിന്റെ ശക്തമായ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാൻ രൂപാന്തരപ്പെടുന്ന പരിശുദ്ധാത്മാവാണ്. കെട്ടുപോയതിനെ ജ്വലിപ്പിക്കുന്നതും തണുത്തുപോയതിനെയൊക്കെ ജ്വലിപ്പിച്ചുണർത്തുന്നതും ഒക്കെ പരിശുദ്ധാത്മാവാണ്. ഈ ആത്മാവ് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി ലഭിക്കുകയില്ലേ എന്ന് വചനം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ്. ഈ നിരുപാധിക എല്ലാവരോടും ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ, ക്ഷമ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ കൈ ഉയർത്തി ആത്മാവേ നിറയണമേ, തീ പോലെ എന്നിലേക്ക് അഭിഷേകമായി സ്വർഗത്തിന്റെ ശക്തി അയക്കണമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ നിമിഷം തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരുന്ന അനുഭവം, ശിരസ് മുതൽ പാദം വരെ വന്ന് നിറയുന്ന അനുഭവം. ഈ പുണ്യഭൂമിയിൽ അമ്മയോട് ചേർന്ന് ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി, നിറവിന് വേണ്ടി നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ നമുക്ക് ഉയർത്താം. കണ്ണുകളെ അടച്ചു. ആരെയും ആരും ശ്രദ്ധിക്കുന്നില്ല. ഇടബലം ആരും ശ്രദ്ധിക്കുന്നില്ല. കണ്ണുകളടച്ച് ഇരു കരങ്ങളും നമ്മൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുകയാണ്. ഇരു കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുന്നതിന് ചില അടയാളങ്ങളാണ്. ദൈവമേ, ഇതാ ഞാൻ നിനക്ക് എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചിരിക്കുന്നു, സർവ്വം ചെയ്തിരിക്കുന്നു. ഞാനൊന്നുമല്ല, അവിടുത്തെ മുൻപിൽ ഞാൻ ആരുമല്ല, ഒന്നുമല്ല. എൻ്റെ കൊച്ചു ജീവിതത്തിൽ ഞാനിത് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന എൻ്റെ കരങ്ങളിൽ, ഈ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കരങ്ങളിൽ അപ്പാ നീ തരാത്തത് ഒത്തിരി കാര്യങ്ങളുണ്ട്. നീ അനുവദിക്കാത്തതും നീ തരാത്തതുമായ ഒത്തിരി സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. അതെല്ലാം ഞാനിത് എൻ്റെ കരങ്ങളിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. നീ ഒന്ന് ഏറ്റെടുത്ത് ആ വിഷയങ്ങളുടെ മേൽ, നിയോഗങ്ങളുടെ മേൽ രൂപാന്തരം വരുത്തുന്നതിൻ്റെ ആത്മാവിനെ നീ അയക്കണമേ.
അഹിതമായതെല്ലാം കത്തിച്ചാമ്പലാകുവാൻ അഗ്നിയാകുന്ന പരിശുദ്ധാത്മാവിനെ ഈ വിഷയങ്ങളുടെ മേൽ നീ അയക്കണമേ. അതിന്റെ കുഞ്ഞുങ്ങൾ ഓരോരുത്തരെയും പേരുപേരായി സമർപ്പിച്ച സമയം പ്രാർത്ഥിക്കുകയാണ്. ഒരനുഗ്രഹത്തിനു വേണ്ടി ഏറെ നാളുകളായി പ്രാർത്ഥനയും നേർച്ച കാഴ്ചകളുമൊക്കെയായി ദേവാലയങ്ങൾ മാറി മാറി അത്ഭുതങ്ങളും അടയാളങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ കയറിയിറങ്ങി മടുത്തവരാണ്. തിരിച്ചറിയുന്നു, അനുഗ്രഹം എന്റെ ഉള്ളിൽ തന്നെയാണ് ഒളിഞ്ഞു കിടക്കുന്നത്. അനുഗ്രഹിക്കുന്നവൻ എന്റെ ഉള്ളിൽ തന്നെയുണ്ട്. ഞാൻ അവനെ ഒന്ന് ഉണർത്തിയാൽ മതി, ഞാൻ രക്ഷ പ്രാപിക്കും. കർത്താവേ, ഞങ്ങൾ നശിക്കുന്നു. ഇതൊക്കെ പറയുന്ന കടൽ തെരയുടെ കൊച്ചു വെള്ളം മുമ്പോട്ട് കുതിച്ചു പായുകയാണ്. ആ കുഞ്ഞു വെള്ളത്തിന്റെ അവരെ തലവെച്ച് ലോകത്തിന്റെ സൃഷ്ടാവ് നിയന്താവ് മയങ്ങുകയാണ്. അപ്പോസ്തലന്മാർ ഭയചകിതരായി നിലവിളിക്കുകയാണ്, കർത്താവേ, ഞങ്ങൾ നശിക്കുന്നു, ഞങ്ങൾ നശിക്കുന്നു. ഉറങ്ങിക്കിടന്നവനെ വിളിച്ചുണർത്തി കാറ്റിനെയും കടലിനെയും ശാസിച്ചു. ശാന്തതയുണ്ടായി. രക്ഷയുടെ അനുഭവത്തിലേക്ക് അവർ കടന്നു വന്നു. നിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തിയെ നീ ഒന്ന് ഉണർത്ത്, തമ്പുരാനെ ഒന്ന് ഉണർത്ത്. ഞാൻ ഈ വിഷയത്തിൽ കടന്ന് നശിക്കുന്ന വർഷങ്ങളായി ആകുലപ്പെട്ട് ഉത്കണ്ഠപ്പെട്ട് അസ്വസ്ഥപ്പെട്ട് തകർന്ന അവസ്ഥയിലാണ്. നീ ഒന്ന് ഉണരണമേ, ഈ വിഷയത്തിന് വേണ്ടി ഇടപെടണമേ. ആത്മാവിനെ വിഷയത്തിലേക്ക് നീ അയക്കണമേ. സ്വർഗത്തിന്റെ ശക്തി കൊണ്ട് ഞങ്ങൾ ഉറമുട്ടപ്പെടട്ടെ. എല്ലാവരും ഉയർന്ന സ്വരത്തിൽ ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് 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 ഈശോ ഈശോ ഈശോ
ആത്മാവിന്റെ വലിയ അഭിഷേകത്തിന് വേണ്ടി കരങ്ങളടിച്ച് സന്തോഷത്തോടെ മുഖം നോക്കി ഇതാ ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മ ശക്തി നമ്മുടെ മേൽ എഴുന്നേറ്റ് വരികയാണ്. അന്ന നിറവോടെ ശക്തമായി നോക്കിക്കേ, നോക്കിക്കേ, അവൻ സന്തോഷത്തിലാണോ, അത് അഭിഷേകത്തിന്റെ നിറവിലാണോ നോക്കി. ശരീരം ജനിപ്പിച്ച് ആ കാലിന്റെ കെട്ടൊക്കെ അഴിയണം, വേദനയുടെ കെട്ടുകൾ അഴിയണം. കൈകളൊക്കെ നന്നായിട്ടടിച്ച് സകല ജനത്തിന്മേലും സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ അഭിഷേകം ആത്മാവിൽ നിറയ്ക്കണമേ ജീവനില്ലാത്ത അസ്ഥികളിലേക്ക് ഇതാ ദൈവത്തിന്റെ ആത്മാവ് നിവേശിച്ചപ്പോൾ ഉണങ്ങി വരേണ്ട അസ്ഥികൾ കൂടിച്ചേരുകയാണ്. അതൊരു അസ്ഥികൂമ്പാരമായി വരുന്നതാണ്. പക്ഷേ ഓരോ അസ്ഥികൂടങ്ങളായി മാറുന്നു. ഞരമ്പും തൊലിയും മാംസവും ഒക്കെ വന്നു ചേരുകയാണ്. ആസ്ഥിയുടേത് ജീവനുള്ള മഹാസൈന്യം പോലെ ദൈവത്തിന്റെ ആത്മാവ് അവിടെ പ്രവർത്തിക്കുകയാണ്. ജീവനില്ലാത്ത അവസ്ഥയിലേക്ക് ആത്മാവ് വന്നപ്പോൾ ജീവനുള്ളതായി മാറി. നമ്മുടെ അവസ്ഥയിലേക്ക് ആത്മാവ് കടന്നു വരുമ്പോൾ മാറ്റങ്ങൾ സംഭവിക്കും. വിശ്വാസത്തോടെ കരങ്ങളെ ശക്തമായ കരങ്ങളടിച്ച് ഒരു സൈന്യത്തെ ഈ സമൂഹത്തിലേക്ക് അവിടുന്ന് വീശിയടിക്കണമേ. ഈ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ ആത്മാവ് അവിടുന്ന് ശക്തമായ ഓരോ മക്കൾ നിറയണമേ. അഭിഷേകത്തോടെ പ്രാർത്ഥനയോടെ ആത്മാവിനെ ദാഹിക്കുന്നവർ ഈ ആത്മാവിനെ കിട്ടിക്കഴിയുമ്പോൾ ബാക്കിയെല്ലാം ആയിക്കൊള്ളും. ബാക്കിയെല്ലാം ഒറ്റപ്പെടുത്തുന്നു വന്നുകൊള്ളും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അത്തിമഴയായി ആത്മാവ് ഒരു കൈവേഗം ഞാൻ കാണുന്നു. അത്തിമഴയായി പെയ്യണമേ. ശക്തമായി
സീനായി മലയിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നു. സീനായി മല നടക്കി കുറച്ചു. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങട്ടെ, കുടുംബങ്ങളിലേക്ക് ഇറങ്ങട്ടെ. അനുഗ്രഹത്തിന്റെ നേർച്ചാലുകൾ നമ്മെ വിശ്വാസത്തോട് മലമുകളിൽ ഒരു പുകഞ്ഞുകൊണ്ടിരുന്ന ദൈവത്തിന്റെ ആത്മാവ് സ്വർഗീയ തീ മേലിറക്കുന്നത്, സ്വർഗത്തിന്റെ തീ ഇറങ്ങുന്നത് ശക്തമായി. ദൈവമക്കളാക്കി രൂപാന്തരപ്പെടുത്തിയതിനെ ഓർത്ത് ഞങ്ങൾക്ക് മാനസികവും ശാരീരികവും ആത്മീയമായ സൗഖ്യം നൽകിയതിനെ ഓർത്ത് ഞങ്ങളങ്ങേക്ക് പറയുന്നു. നന്ദി പറഞ്ഞാലും അതിവിടാത്ത ആഗ്രഹങ്ങളാണ് നമ്മുടെ ശിക്ഷ. അനേക മക്കളെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് നന്ദിയോടെ അനേക മക്കളുടെ ജീവിതത്തിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് അസ്വസ്ഥതകൾ, ഭാരങ്ങൾ അവിടെ നിരത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി നമ്മയോടെ സ്തുതിക്കുന്നു. ഈശോയുടെ നാമത്തിന്റെ ശക്തിയാണ്, വചനങ്ങളുടെ ശക്തിയാണ്. ഞങ്ങളുടെ ഒരു കഴിവുമല്ലപ്പ, മഹത്വമെല്ലാം അങ്ങേക്ക് നൽകുന്നു. സർവമഹത്വവും ഈശോയെ എങ്ങനെ നാമത്തിൽ, എന്റെ നാമത്തിലാണ് സംഭവിക്കുക. ഈശോയെ എന്റെ കുഞ്ഞുങ്ങളെ അവിടെ ചേർത്ത് പിടിക്കണമേ. അതാണ് ആഴമായ വിശ്വാസത്തിലേക്ക് ജീവിതം ഉയരുവാനിടയായി പ്രാർത്ഥിച്ചതുപോലെ Luka 17 അവർ പ്രാർത്ഥിച്ചു, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അപ്പൊ ഞങ്ങൾ അനുമതി, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. വിശ്വാസത്തിൽ ബലഹീനനാണ് ഞങ്ങൾ പലപ്പോഴും. ആഴമായ വിശ്വാസത്തിലുള്ള വിശ്വാസം. നീയാണ് ലോകത്തിന്റെ രക്ഷകൻ, നീയാണ് ഏക രക്ഷകൻ. യേശുവിലൂടെ അല്ലാതെ രക്ഷയില്ല, യേശുവല്ലാതെ മറ്റൊരു രക്ഷകനുമില്ല. ഏറ്റവും വലിയ പ്രബോധനം, ആ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രബോധനം. ഇതിനപ്പുറം ഒരു പഠിപ്പിക്കലോ പ്രബോധനമോ ഇല്ല. അത് പൂർണ്ണമായി ഏറ്റെടുക്കാനും വിശ്വസിക്കാനുള്ള ക്രമം ഞങ്ങൾക്ക് നൽകണം. കൂട്ടായ്മയിലായിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാ മക്കളെയും, ഈ ചക്രസ്വായിട്ടുള്ള മക്കളെയൊക്കെ സമർപ്പിക്കുന്ന വിശ്വാസങ്ങളെ ഉയർത്തണമേ, വളർത്തണമേ. പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കാപ്പി കുടിച്ച ഉടനെ കുരിശിന്റെ വഴി